ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാരൻ. ഹൈവേ 360 എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് NH റോഡാണ്. ഇത് ആലങ്കോട് നിന്ന് ആറ്റിങ്ങിലോട്ട് പോകുന്ന വഴിയാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ബോർഡ് ഉണ്ട്, അതുകൊണ്ടൊന്ന് കാണിച്ചേ. കണ്ടോ, ആ ബോർഡ് കണ്ടോ? ആണാടിൻ്റെ ഇറച്ചി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മളിതുവരെ കഴിച്ച ആണാടിൻ്റെ ഇറച്ചിയാണോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയാണ്. അപ്പം നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് പേരുണ്ടല്ലോ, അൽഹാജ വഴിയോരക്കടയിൽ നിന്നാണ്. ഇത് നമ്മൾ ആലങ്കോട് നിന്ന് ആറ്റിങ്ങിലോട്ട് പോകുമ്പോൾ പൂവമ്പാറ പാലത്തിന് തൊട്ട് മുമ്പായിട്ട് കാണുന്ന നല്ല പാർക്കിംഗ് പ്ലേസ് ഒക്കെ ഉള്ളൊരു സൂപ്പർ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമ്മുടെ ഈ അൽഹാജ റെസ്റ്റോറൻറ്റിൽ ആണാടിൻ്റെ ഇറച്ചി എന്ന ബോർഡ് എന്തുകൊണ്ട് വെച്ചു എന്നുള്ളത് നമ്മുടെ ഓണറായിട്ടുള്ള നിസാർക്കയോട് തന്നെ നമുക്ക് ചോദിക്കാം. നമസ്കാരം, ഞാനിതിൻ്റെ MD ആണ്. ഈ അൽഹാജ വഴിയോരക്കട, അൽഹാജ കാറ്ററിംഗ്, അതുപോലെ തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു 3 ഹോട്ടൽ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തിക്കുന്നത് ഞാനാണ്. എൻ്റെ നേതൃത്വത്തിലാണ് അതൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഈ ആണാടിൻ്റെ ഇറച്ചി മാത്രമാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നത്. ബിരിയാണി ആയാലും മന്തി ആയാലും മട്ടൻ്റെ ഏത് വിഭവങ്ങളായാലും. അപ്പോൾ അത് തമ്മിൽ ആണാടും പെണ്ണാടിൻ്റെയും ഇറച്ചി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ആണാടിൻ്റെ ഇറച്ചി 1 കിലോയ്ക്ക് 750 രൂപയുണ്ട്. അത് എവിടെ പോയാലും നിങ്ങൾ പച്ചക്ക് പോയി വാങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 750 രൂപ ചോദിച്ച് വാങ്ങും. അതേപോലെ തന്നെ പെണ്ണാടിൻ്റെ ഇറച്ചിയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് 450 രൂപ അതിനകത്ത് വിലയുള്ളൂ. 450, 475 രൂപയാണ് 1 കിലോയ്ക്ക് വിലയുള്ളത്. അപ്പോൾ അത് തന്നെ അറിയാമല്ലോ, പെണ്ണാടെന്ന് പറയുമ്പോൾ നമുക്ക് പ്രസവിച്ച് അല്ലെങ്കിൽ കറവ പറ്റിയ ആടാണ് ആ പെണ്ണാടെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അത്തരത്തിൽ ആ ഇറച്ചിക്ക് തന്നെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ കഴിക്കുമ്പോൾ അത് ഒരേപോലെ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഈ 2 ഇറച്ചിയിലും ഈ ആട്ടിൻ്റെ കൊഴുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ കൊഴുപ്പ് വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് പെണ്ണാടിൻ്റെ ഇറച്ചിയിൽ കൂടുതൽ കൊഴുപ്പിട്ട് വേവിക്കുമ്പോൾ അത് നിങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല. കാരണം മട്ടൻ്റെ കൊഴുപ്പ് തന്നെ പ്രധാനമായിട്ട് ആദ്യം വായിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടുകയും, അപ്പോൾ അതാണ് നല്ലതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുകയും ചെയ്യും. ഫലത്തിൽ കിട്ടുന്ന കസ്റ്റമർക്ക് മൂല്യം കുറഞ്ഞ ഫുഡ് കിട്ടുന്നു, വിൽക്കുന്ന ആ പെണ്ണാടിൻ്റെ ഇറച്ചി വിൽക്കുന്ന ആളിന് അതുകൊണ്ട് വലിയ മൂല്യം കിട്ടുന്നു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലത്തെ നിലയാണിത്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് NH നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ചൂടൊന്നുമില്ല കേട്ടോ, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വെളിയിലടക്കം ഒടുക്കത്തെ വെയിലായിരുന്നു. ഇവിടെ നല്ല റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മട്ടൻ്റെ ഒരു പറ്റം വിഭവങ്ങളുണ്ട്. മട്ടൻ കബ്സ ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, മട്ടൻ മന്തി ഉണ്ട്, അതുപോലെ തന്നെ മട്ടൻ ഫ്രൈ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് മട്ടൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ആണെങ്കിലും ബീഫ് ഫ്രൈ ആണെങ്കിലും അങ്ങനെ പലതരം ഐറ്റംസ്, ചിക്കൻ്റെ ആണെങ്കിൽ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ ബിരിയാണിയും മട്ടൻ കുഴിമന്തിയുമാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങൾ, മട്ടൻ മന്തിയാണോ കുഴിമന്തിയാണോ? മട്ടൻ കുഴിമന്തി. അപ്പോൾ ഞങ്ങൾ ഇതുവരെയും മട്ടൻ കുഴിമന്തി ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും മട്ടൻ കുഴിമന്തി വന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബിരിയാണി എന്തായാലും എവിടെ ചെന്നാലും ബിരിയാണി ട്രൈ ചെയ്യുന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. അതുകൊണ്ട് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുന്നതാണ്. നമുക്ക് പറ്റുന്നത് കഴിക്കാം. അതെ, എന്തായാലും നമ്മൾ കഴിച്ചു തീർക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചില സ്ഥലത്തൊക്കെ മന്തി വാങ്ങി കഴിഞ്ഞാൽ ടൂ മച്ച് ആയിരിക്കും, നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷേക്ക് ഉള്ളതുകൊണ്ട് ഒരു ധൈര്യമുണ്ട്. എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു. നല്ല ഗ്ലാസ്, നല്ല വെട്ടമുണ്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പർ വ്യൂ. ഇവിടുന്ന് ഡയറക്റ്റ് NH വ്യൂ ആണ്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് NH വ്യൂ സൂപ്പറാണ്. അതാ കണ്ടോ, നമ്മുടെ ഫുഡെല്ലാം ഇങ്ങനെ റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒരൊറ്റ പ്ലേറ്റിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മട്ടൻ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ മട്ടൻ കുഴിമന്തി, പിന്നെ കുറേ സലാഡ്സും സോസും എല്ലാം ഉണ്ട്.
ഇത് നമ്മുടെ മട്ടൻ കുഴിമന്തിയാണ്. മട്ടൻ്റെ റിബ്സ് എല്ലാം ഇങ്ങനെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് മട്ടനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണ്. നമ്മൾ ഷേക്ക് നോട്ടോട്ട് വെച്ചിരുന്ന സംഭവമാണ്. അതിന് ഞാൻ നൈസായിട്ട് ഇങ്ങനെ അടിച്ച് വാരിയിട്ടുണ്ട്. ഞാൻ ആദ്യം ആ മട്ടൺ ഒന്നെടുത്ത് കഴിച്ചു. നല്ല സൂപ്പർ മട്ടനാട്ടോ. കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ മട്ടൺ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല സൂപ്പർ ഒന്നാന്തരം ടേസ്റ്റ്. ഈ മട്ടൻ കുഴിമന്തി നമ്മൾ പലയിടത്തും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് സംഭവമാണ്. എന്തായാലും ഇവിടെ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാൻ തോന്നുന്നത് ഭാഗ്യമെന്ന് തോന്നുന്നു. അത്ര ടേസ്റ്റാണ്. നമ്മുടെ മട്ടനും മന്തിയിലെ ചോറും കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഈ മട്ടനും ചോറും കൂടെ കഴിച്ചാലുണ്ടല്ലോ അടിപൊളി കിടിലൻ ടേസ്റ്റ്. ഞങ്ങൾ ദുബൈയിൽ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ടേസ്റ്റിൻ്റെ അതേ കണക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ കോമ്പിനേഷൻ. ഈ മട്ടനും ചോറിൻ്റെ കഴിയുമ്പോഴത്തേക്കും കണ്ടല്ലോ, ഈ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കിടിലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ ടേസ്റ്റ്. സംസാരിക്കാൻ സമയമില്ല, നമ്മുടെ കഴിയാതിരിക്കാൻ പറ്റുന്നില്ല. പല കുഴിമന്തിയും കഴിച്ചിട്ടുണ്ട്. മട്ടൻ കുഴിമന്തി നമ്പർ 1. ചിക്കൻ കുഴിമന്തിക്ക് വിട്ടേര് ഒരു രക്ഷയില്ല കേട്ടോ. പറയാതിരിക്കാൻ പറഞ്ഞില്ല, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സംഭവമാണ്. ഞാൻ ഗ്യാരണ്ടി, ഉറപ്പാണ്. ഷേക്ക് ഇത് നീ സൈക്കിൾ കേട്ടാ, കൊടുക്കത്ത ടേസ്റ്റ് പറഞ്ഞാൽ കൊടുക്കത്ത ടേസ്റ്റ്. അപ്പം നമ്മുടെ ഗാർലിക് സോസും ടൊമാറ്റോ ചട്നിയും ചോറും മട്ടനും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ ഉണ്ടല്ലോ മന്തി വേറെ ലെവലായി. ഇതിൻ്റെല്ലാം കൂടെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് അത് ഏറ്റവും ബെസ്റ്റ് ഒരു ലെവലിലോട്ട് പോകുന്നു. ഇതൊന്നും ഇല്ലാതെ മന്തിയും മട്ടനും മാത്രം കഴിക്കുമ്പോഴോ അത് ഏറ്റവും ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഏത് കഴിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. ഇത് കണ്ട റിബ്സിലെ എല്ലുകളെല്ലാം നല്ല സ്മൂത്തായിട്ട് ഊരിങ്ങനെ വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാവും ഈ ഇറച്ചി എന്തുമാത്രം ടെൻഡറാണെന്നുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഒരു ഹെവൻലി ടേസ്റ്റാണ് ഇവർ നമുക്ക് തരുന്നത്. ഒരു മട്ടൻ മൊത്തം എടുത്ത് ഇങ്ങനെ ഇരുന്ന് ഒറ്റയടിക്ക് വേണമെങ്കിൽ തിന്നു തീർക്കും, അത്ര ടേസ്റ്റാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഷേക്ക് ഇങ്ങനെ കൺട്രോൾ പോയിരിക്കുകയാണ്. ഷേക്കാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ കാര്യം പോക്കാണ്. എത്ര പറഞ്ഞിട്ടും മതി വരുന്നില്ല കേട്ടോ. മട്ടൻ്റെ ടേസ്റ്റ് അപാരം തന്നെ. നമ്മുടെ ഈ ഗാർലിക് സോസും ഈ ടൊമാറ്റോ സോസിലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, കണ്ടാ ഞാനൊരു കാര്യം വളരെ ക്ലിയറായിട്ട് പറയാം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും പോയി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. പലയിടത്തും നല്ല മട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ മട്ടന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. സംശയം ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക, കഴിക്കുക. അപ്പോൾ ഇത് ഇവരുടെ സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. അപ്പോൾ അടുത്ത ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് മട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അത് മട്ടൻ തന്നെ അടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ മട്ടൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രഡീഷണൽ
ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സ്ഥലത്ത് ബിരിയാണി ഉണ്ടാക്കുന്നത് പലരും പല രീതി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ബിരിയാണി ടേസ്റ്റ്. ആ മട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മൾ നല്ലൊരു മസാലയൊക്കെ പിടിപ്പിച്ച് നല്ല സൂപ്പർ കുറേ നേരം വെച്ചിട്ടുണ്ടാക്കുന്ന മട്ടനാണ്. അതിനകത്ത് നല്ല എരിവും നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ട്. ഇനി ചോറൊന്ന് കഴിച്ചു പോയിട്ട് നമ്മുടെ ഈ ബിരിയാണി ചോറിന് യൂസ് ചെയ്തിരിക്കുന്നത് കൈമേരിയാണ്. അത് ആ ചോറ് നല്ല ട്രഡീഷണൽ ബിരിയാണിയുടെ അതേ ചോറ് തന്നെയാണ്. ആ മട്ടനും ചോറും കൂടെ ഒന്ന് കഴിച്ചു നോക്കുമ്പോഴത്തേക്ക് അറിയാം അതിൻ്റെ വ്യത്യാസം. ഈ ബിരിയാണി ഉണ്ടല്ലോ, നമ്മുടെ ഈ മലപ്പുറം സൈഡിലൊക്കെ കിട്ടുന്ന കല്യാണത്തിന് കിട്ടുന്ന ആ ബിരിയാണിയുടെ ടേസ്റ്റാണ്. നല്ല സൂപ്പർ ഒരു ദം ബിരിയാണി. ആ ഇറച്ചിയാണെങ്കിലും ഇത് കൈമേരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ആണെങ്കിൽ ആ കൈമേരിയുടെ പ്രത്യേക ഒരു മണവും രസമൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഈ ബിരിയാണിയിലുണ്ട്. അതുപോലെ ഈ മട്ടൻ്റെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഈ ദം ബിരിയാണിയുടെ ആ ചോറിൻ്റെ ടേസ്റ്റും രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോണ്ടല്ലോ നല്ലൊരു സൂപ്പർ ട്രഡീഷണൽ ബിരിയാണി കഴിച്ച ഒരു ഫീലാണ്. സൂപ്പറാണ്, അടിപൊളിയായിരിക്കും. നമ്മുടെ പപ്പടം കൂടെ പൊട്ടിച്ച് കുറച്ച് മട്ടനും ബിരിയാണി ചോറും എല്ലായിട്ടൊന്ന് കഴിക്കട്ടെ. നമ്മുടെ പപ്പടമൊക്കെ ആയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ടേസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരിക. കൂട്ടത്തിൽ ഇത്തിരി അച്ചാറും കൂടെ എടുത്ത് പപ്പടവും മട്ടൻ്റെ ഒരു പീസും കുറച്ച് ബിരിയാണി ചോറും കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഇതേണ്ട മട്ടനെ കിടന്ന ഒരു എല്ലി പീസാണ്. ബിരിയാണിയിലെ മട്ടനാണ്. ചെറിയ പീസുകളായിട്ടുള്ള കുറേ ഉണ്ട്. അത് നല്ല മസാലയിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ ഇങ്ങനെയുള്ള സംഭവമാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു. നമ്മളിങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മട്ടൺ ദം ബിരിയാണി ആണെങ്കിലും മട്ടൺ കുഴിമന്തി ആണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ആയിരുന്നു. എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇവിടെ ഈ അറേബ്യൻ ഫുഡുകൾക്ക് പുറമെ നല്ല നാടൻ സദ്യ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇത് കണ്ടോ എന്തുമാത്രം കറികളാണ് ഇവർ ഈ സദ്യയിലൂടെ കൊടുക്കുന്നുള്ളത്. അവിയലുണ്ട്, തോരനുണ്ട്, കൂട്ടുകറിയുണ്ട്, നമ്മുടെ മാങ്ങാച്ചാറുണ്ട്, ഇഞ്ചിയുണ്ട്, നാരങ്ങയുണ്ട്, പച്ചടിയുണ്ട്, സാമ്പാറുണ്ട്, പരിപ്പുണ്ട്, രസമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒന്നാം തരം പ്രഥമനുണ്ട്, പിന്നെ മരച്ചീനിയും കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അൽഹാജ റെസ്റ്റോറൻറ്റിൽ ഫുഡെല്ലാം കഴിച്ചു. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ആനാടിൻ്റെ ഇറച്ചി. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സംഭവം അടിപൊളിയായിരുന്നു, ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നിങ്ങളെല്ലാം വന്ന് കഴിക്കേണ്ട ഒരു റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണേ. എന്നാലേ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ കാണാം. ഷോപ്പിൻ ചിറ്റിലെ കാണാൻ സൈനിങ് ഓഫ്.